Hello and welcome back to our channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹോൾ വീഡിയോ ആണ്. ഞാൻ റീസെൻ്റ്ലി മിന്ത്രയിൽ നിന്ന് കുറച്ച് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സസ് ആണ് ഇന്ന് ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന cashkero.com യൂസ് ചെയ്തിട്ടാണ്. Cashkero എന്നുകൊണ്ട് ഞാൻ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഐക്കാർട്ടിൽ കൊടുക്കാം. നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു ആപ്പാണ്. അത് യൂസ് ചെയ്തിട്ടാണ് മിന്ത്രയിൽ നിന്ന് ഡ്രസ് മെറ്റീരിയൽസ് എല്ലാം തന്നെ വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ മിന്ത്രയിൽ 80% ഓഫിൽ സെയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേറ്റ് ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണ്, ഇനിയും കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇട്ടൊരു ബെല്ലൈക്കൺ ഉണ്ടാവും. ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഒക്കേഷണൽ ആണോ എന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകൾ നോക്കാം കേട്ടോ, കാരണം ഒരുപാട് നോട്ടിഫിക്കേഷൻ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓൾ തന്നെ ആണോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഒട്ടും ലേറ്റ് ആകേണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇന്ന് എൻ്റെ മുടി ഒരു മാതിരി കിടക്കുന്നുണ്ടാവും, കാരണം ഞാൻ കുളിച്ചുള്ളൂ. ഞാൻ കുളിച്ചിട്ടുള്ള ഫസ്റ്റ് ഡേ എൻ്റെ മുടി ഇങ്ങനെ കിടക്കുള്ളൂ. സെക്കൻഡ് ഡേക്ക് ആകുമ്പോഴാണോ നോക്കി ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്, ഞാൻ ഇപ്രാവശ്യത്തെ ഹോളിൽ ഒരുപാട് ഡ്രസ്സൊന്നും സെലക്ട് ചെയ്തിട്ടില്ല, കുറച്ച് ഡ്രസ്സ് മാത്രമേ സെലക്ട് ചെയ്തിട്ടുള്ളൂ. സെലക്ട് ചെയ്തത് ഞാൻ മിഡി ടോപ്പ് പോലത്തെ ഡ്രസ്സാണ് കേട്ടോ. നമ്മൾ കുർത്തീസ് ഹോളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് എല്ലാം തന്നെ ഐക്കാർഡിൽ കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പിന്നെയും കുർത്തീസ് തന്നെ സെലക്ട് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഇപ്രാവശ്യം ഞാൻ ടോപ്സ്, ഇത് നമുക്ക് ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റുന്ന ടോപ്പാണ്. പ്ലസ് നമുക്ക് മിഡിൻ്റെ കൂടെ, മിഡി എന്ന് പറഞ്ഞാൽ സ്കേർട്സിൻ്റെ കൂടെ പെയർ ചെയ്തിടാം. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എടുത്തേക്കണേ സ്കേർട്ടിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. പ്ലസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീൻസിൻ്റെ കൂടെ ഓൾസോ ഇടാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്ന ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് കളറിലെ പോൾക്ക ഡോട്ട്സ് കൊടുത്തിട്ടുള്ള ഡ്രസ്സാണ്. ഇത് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയൽ ആണ് കേട്ടോ. അതുപോലെ ഇത് പോളിസ്റ്റർ ആണ്. ഇതിൻ്റെ ക്ലോത്ത് വന്നിട്ട് പോളിസ്റ്റർ ആണ്. വിത്ത് ബോട്ട് നെക്കാണ് കൊടുത്തേക്കണേ. പിന്നെ ഇവിടെ ഒരു ഫ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ഒരു ഫ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 3/4 ആയിട്ടുള്ള ഹാൻഡ്സ് ആണ്. പിന്നെ ഇവിടെ നമുക്കൊരു കെട്ടിയിടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇങ്ങനെ നമുക്ക് ഇതിൽ കെട്ടിയിടാം. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു രസമായിട്ടുള്ള സംഭവമാണ്. നമുക്ക് ഷർട്ടിൻ്റെ കൂടെ പെയർ ചെയ്യാം, അതുപോലെ തന്നെ ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് എല്ലാ സ്കിൻ ടോൺ ഉള്ളവർക്കും മാച്ച് ചെയ്ത് പോകും. കാരണം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ടോപ്പാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ പേരും അതുപോലെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഇത് ഇത്രയാണ് കേട്ടുള്ളത്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് പെട്ടെന്ന് ഉണങ്ങും. പോളിസ്റ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും. പിന്നെ ഇത് ഹാൻഡ് വാഷ് ചെയ്താൽ മതി. നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ടൊന്നും വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ കുറച്ച് ഷാമ്പൂയിൽ ഇത് മുക്കി വയ്ക്കുക, എടുക്കുക, വിരിച്ചിടുക, അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നല്ല മെറ്റീരിയലാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ സെലക്ട് ചെയ്തേക്കണം, ഇതിൻ്റെ സൈസ് വന്നിട്ട് മീഡിയം ആണ് കേട്ടോ. ഞാൻ കുർത്തീസൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ എനിക്ക് എക്സ്ട്രാ സ്മോൾ വേണം. പിന്നെ ഇങ്ങനത്തെ ടോപ്സ് ഒക്കെ ആണെങ്കിൽ മീഡിയം സൈസ് നോക്കിയിട്ട്. ഇതെങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മളിതൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രസ്റ്റിൻ്റെ സൈസ് നോക്കുക, അതുപോലെ തന്നെ ഹിപ്പിൻ്റെ വേസ്റ്റിൻ്റെ സൈസ് നോക്കുക. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഡ്രസ്സ് ഇങ്ങനത്തെ, എനിക്ക് മിന്ത്രയിൽ നിന്നൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. എക്സ്ട്രാ സ്മോൾ, എല്ലാ കുർത്തീസും തന്നെ എക്സ്ട്രാ സ്മോളും ടോപ്പ് എല്ലാം വന്നിട്ട് മീഡിയം, അങ്ങനെയാണ്. അതെല്ലാം ഇതുവരെ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിഡീസൊക്കെ വാങ്ങിക്കുകയാണെങ്കിലും നമ്മുടെ വേസ്റ്റിൻ്റെ സൈസ് എടുത്തിട്ട് വാങ്ങിക്കുക. അത് എല്ലാം കറക്റ്റായിട്ടാണ് ഇതുവരെ വന്നിട്ടുള്ളത്. ഇനി കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ കൊടുക്കാമല്ലോ. എല്ലാ ആപ്സിലും തന്നെ ഇപ്പോൾ റിട്ടേൺ പോളിസി ഉണ്ട്. അപ്പോൾ റിട്ടേൺ ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് സൈസ് വേണമെങ്കിൽ അങ്ങനെ ഓർഡർ ചെയ്യാം. പിന്നെ ഞാൻ നെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഒരു മിഡിയാണ്. ഇതൊരു മസ്റ്റേർഡ് യെല്ലോ കളറിലെ മിഡിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മസ്റ്റേർഡ് യെല്ലോ കളർ. പിന്നെ ഇത് സെമി എലാസ്റ്റിക്, അതായത് ബാക്കിൽ മാത്രമേ തന്നെ എലാസ്റ്റിക് ഉള്ളൂ. ഫ്രണ്ടിൽ ജസ്റ്റ് ഇതേപോലെയാണ്. പിന്നെ ഫ്രണ്ട് സ്ലിറ്റ് ഉണ്ട് കേട്ടോ. ഇതിന് ഫ്രണ്ടിലൊരു ചെറിയൊരു സ്ലിറ്റ് പോലെ ഉണ്ട്, കണ്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് ലൈനിങ് ഉണ്ട്. ഈ ലൈനിങ് വന്നിട്ട് എനിക്ക് മുട്ട് വരെയാണ് ലൈനിങ് ഉള്ളത്. ബാക്കി വന്നിട്ട് ഈ മെറ്റീരിയൽ തന്നെയാണ്. ഈ മെറ്റീരിയൽ പോളിസ്റ്ററിൻ്റെ മെറ്റീരിയലാണ്. പിന്നെ ഈ ഒരു മെഡി ഒരു ഫ്ലെയർ ഉള്ള മാതിരിയാണ്. എന്ന് വെച്ചാൽ ഒരുപാട് ഫ്ലെയർ ഇല്ല, പക്ഷെ അത്യാവശ്യം, കണ്ടോ. പിന്നെ അത്യാവശ്യം ഫ്ലെയർ ഉള്ള പോലത്തെ മെറ്റീരിയലാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സൈസ് വന്നിട്ട് 30 ആണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് കാഷ്കെറോയിലൂടെ പർച്ചേസ് ചെയ്യാന്നുള്ള കാര്യം പറയാം. ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, നിങ്ങൾ ഈ സൈഡിൽ ഒരു ആരോ ബട്ടൺ ഉണ്ടാവും, താഴത്തായിട്ട് ആ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 2 ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ഫസ്റ്റത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സൈനപ്പ് ലിങ്ക് ആണ്. ഇത് നമുക്ക് മെയിൽ വെച്ചിട്ടും അതുപോലെ തന്നെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് അതിനകത്ത് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് യൂസ് ചെയ്തിട്ട് സൈനപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ 25 റുപ്പീസ് നിങ്ങൾക്ക് എക്സ്ട്രാ ബോണസ് ആയിട്ട് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് കാഷ്കെറോ എന്ന് പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മളുടെ കാഷ്കെറോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് മിന്ത്ര അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സൈറ്റിൽ നിന്നാണോ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പേജ് ഓപ്പൺ ആവും. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഒരു ഓറഞ്ച് കളറിലൊരു ബട്ടൺ ഉണ്ടാവും.
വിസിറ്റ് റീറ്റെയിലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടനാണ്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഡയറക്റ്റ്ലി നമുക്ക് മിന്ത്ര വെബ്സൈറ്റിലേക്ക് പോകാനായിട്ട് പറ്റും. മിന്ത്ര വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ അതിൽ ഒരുപാട് ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഡ്രസ് മെറ്റീരിയൽസ് നോക്കിയിട്ട് നമുക്ക് ഏതാണോ ഇഷ്ടമുള്ളത്, അഫോർഡബിൾ ആയിട്ടുള്ള ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമലി എങ്ങനെയാണോ ഡ്രസ്സ് പർച്ചേസ് ചെയ്യണമെന്ന് വെച്ചാൽ അതുപോലെ അത് നമ്മുടെ കാർട്ടിലോട്ട് ആഡ് ചെയ്യുക. കാർട്ടിലോട്ട് ആഡ് ചെയ്തിട്ട് നോർമൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന രീതിയിൽ പർച്ചേസ് ചെയ്യുക. ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിലോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ് ആണെങ്കിലോ എങ്ങനെയാണ് നമ്മുടെ മോഡ് ഓഫ് പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ അതുപോലെ തന്നെ അത് പർച്ചേസ് ചെയ്യുക. പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്യാഷ് കെയർ അക്കൗണ്ടിനകത്ത് മൈ ഏർണിങ്സിൽ ഒരു 2-3 ദിവസത്തിനകം അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. നമ്മൾ പർച്ചേസ് ചെയ്തതിന് ശേഷം റിട്ടേണോ അല്ലെങ്കിൽ ക്യാൻസലോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏർണിങ്സിൽ ആ ഒരു എമൗണ്ട് എത്രയാണോ ക്യാഷ് ബാക്ക് കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ ആ ഒരു എമൗണ്ട് അതിൽ മൈ ഏർണിങ്സിൽ കിടക്കുന്നുണ്ടോ. പിന്നെ നമുക്ക് ആ ഒരു എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈ ഏർണിങ്സിനകത്ത് 250 രൂപ 250 റുപ്പീസ് എങ്കിലും മൈ ഏർണിങ്സിൽ വന്നിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മിന്ത്രയിൽ നിന്ന് മാത്രമല്ല ഫ്ലിപ്കാർട്ട്, ആമസോൺ, അജിയോ അങ്ങനെ ഒരുപാട് സൈറ്റ്സിൽ നിന്നും ഇതുപോലെ തന്നെ പ്രോഡക്ട്സ് വാങ്ങിക്കാൻ പറ്റും. പ്ലസ് നമുക്ക് ക്യാഷ് ബാക്കും കിട്ടും. ഇനി എൻ്റെ നെക്സ്റ്റ് പർച്ചേസ് വന്നിട്ട് ഒരു ക്രോപ്പ് ടോപ്പാണ്. ഇത് വന്നിട്ട് പ്യുവർ വൈറ്റ് കളറിലുള്ള ഒരു ക്രോപ്പ് ടോപ്പാണ്. കണ്ടോ, 3/4 സ്ലീവ്സ് ആണ് ഇതിനുള്ളത്. വിത്ത് ബട്ടൺ ആണ്. സൈഡിൽ നമുക്കിങ്ങനെ ബട്ടൺ ഉണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ബട്ടൺ ഇടാൻ പറ്റും. പിന്നെ ഇതിൻ്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ്. കണ്ടോ, ഒരു നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കോളർ നെക്ക് എന്ന് തന്നെ പറയാൻ പറ്റും. റൗണ്ട് നെക്കാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഇങ്ങനെ ബട്ടൺസ് ഉണ്ട്. ബട്ടൺസ് ഇങ്ങനത്തെ എലാസ്റ്റിക് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈസിലി നമുക്ക് തന്നെ വേറൊരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് നമുക്ക് തന്നെ ഇടാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ സൈഡിൽ വന്നിട്ടൊരു സിബ് ഉണ്ട്. ഇപ്പം നമുക്ക് കയറിയില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കുറച്ചൊരു എന്താ പറയുക ക്രോപ്പ് ടോപ്പ് മാതിരി ഇങ്ങനെ ചേർന്നിരിക്കും. അപ്പോൾ ഇത് നമുക്ക് കഴുത്തിക്കോടെ താഴത്തോട്ട് ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സൈഡിൽ നമുക്ക് സിബ് ഉണ്ട്. അപ്പോൾ സിബ് ഊരിയതിന് ശേഷം ഇടാം. എന്നിട്ട് നമുക്കിതിങ്ങനെ അടച്ചു വെക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ലേസ് മെറ്റീരിയൽ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ സൈഡിൽ ഫ്രിൽസ് ഉണ്ട്. 2 സൈഡിലും വന്നിട്ട് ഫ്രിൽസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബാക്കിലും ഉണ്ട്. പിന്നെ ഇതിൻ്റെ സൈസ് വന്നിട്ട് മീഡിയം സൈസാണ്. പിന്നെ എൻ്റെ നെക്സ്റ്റത്തെ പർച്ചേസ് വന്നിട്ട് ഈ ഒരു മാക്സി സ്കേർട്ട് മെറ്റീരിയൽ ആണ്. ഇതിനകത്ത് വന്നിട്ട് നേവി ബ്ലൂ, മെറൂൺ, വൈറ്റ് കളറിലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ട്രിപ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വർക്ക് വന്നിട്ട് പിന്നെ ഇതിന് 2 പോക്കറ്റ്സ് ഉണ്ട്. നമുക്ക് 2 സൈഡിലും പോക്കറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ സിബ് ഉണ്ട് കേട്ടോ. നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു സിബ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു വേസ്റ്റ് വന്നിട്ട് എലാസ്റ്റിക് ഒന്നുമല്ല, നോർമൽ ആയിട്ടുള്ള ക്ലോത്ത് ആണ്. പിന്നെ ഇങ്ങനെ ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള ബെൽറ്റ് ലൂപ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതുപോലത്തെ ഒരു ക്ലോത്ത് ബെൽറ്റ് കൂടെ ആണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 2 സൈഡിലായിട്ട് സ്ലിറ്റ്സ് അവൈലബിൾ ആണ്. കണ്ടോ, ഈ ഒരു സൈഡിലും സ്ലിറ്റ് ഉണ്ട്. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും സ്ലിറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ സ്ലിറ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു മാക്സി സ്കേർട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് പോളിസ്റ്റർ മെറ്റീരിയൽ ആണ്. ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള സൈസ് വന്നിട്ട് 30 ആണ്. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ ഡ്രസ് മെറ്റീരിയൽസിൻ്റെ ലിങ്കും ഡീറ്റെയിൽസും എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. പ്ലസ് അതിൻ്റെ കൂടെ ക്യാഷ് കെയറോടെ സൈനപ്പ് ലിങ്കും കൊടുത്തിട്ടുണ്ടാവും. ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ നിങ്ങൾ സൈനപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ 25 റുപ്പീസ് ബോണസ് കിട്ടും. അപ്പോൾ ജസ്റ്റ് കയറി ഒന്ന് നോക്കാം. നമുക്ക് അതിൽ ക്യാഷ് ബാക്കിലൂടെ നെക്സ്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള എമൗണ്ടും കൂടി കിട്ടും. നമ്മൾ നോർമൽ പർച്ചേസ് ചെയ്യണ പോലെ തന്നെ പർച്ചേസ് ചെയ്താൽ മതി. ജസ്റ്റ് ക്യാഷ് കെയറോ ആപ്പ് യൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇച്ചിരി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വരെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് ഞാൻ അറിയുന്നത് ലൈക്കിലൂടെയാണ്. ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓൾസോ പറയാം. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. ഞാൻ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം. ഞാൻ ഇൻസ്റ്റാഗ്രാം, FB, ടിക്ടോക്ക് എല്ലായിടത്തും ആക്ടിവേറ്റ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ എൻ്റർടൈനിങ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.